സഭയിലേക്ക് പോകാം. നിയമസഭയിൽ തലശ്ശേരിയിലെ ബോംബ് പൊട്ടിയ വൃദ്ധൻ മരിച്ച സംഭവമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷവും ഒപ്പം മുഖ്യമന്ത്രിയുടെയും നീക്കങ്ങൾ പ്രസക്തമാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത. പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയൊരു നീക്കമാണ് ഇന്ന് സഭയിൽ നടത്തിയത്. അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ടുള്ള സണ്ണി ജോസഫിന്റെ വാക്കുകൾ. പക്ഷേ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല. ഒരു പ്രതിയെയും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂരിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മൻസൂർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി CPM പ്രവർത്തകർ. അപ്പോൾ CPM ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്ത് ഇത് CPMന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നു, പാർട്ടി നേതൃത്വമാണ് ഒത്താശ ചെയ്യുന്നത്. ഫണ്ട് കൊടുക്കുന്നു, സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു, കേസുകൾ ഇല്ലാതാക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, പോലീസിനെ നിർവീര്യമാക്കുന്നു. സാർ, ഒരുപാട് സംഭവങ്ങളിൽ പോലീസ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിരവധി സംഭവങ്ങളിൽ. ഞങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലളിതമായ ചോദ്യം, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ബോംബ് എവിടെ വെച്ച് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു? കതിരൂരിൽ നമുക്കറിയാം, ഒരു തോടിന് കുറുകയായിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി, ഒരു കുടില് പോലെ ഉണ്ടാക്കിയിട്ട് പാലം വെച്ച് കുടില് പോലെ ഉണ്ടാക്കി ഞാൻ പോയി കണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഷാഫി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് പോയി കണ്ടു, തലശ്ശേരിയിലെ എരഞ്ഞോളിയിലെ സ്ഥലത്തേക്ക്. അവിടെ തോടിന് പാലം പോലെ ഉണ്ടാക്കി, കുടില് പോലെ അതിൽ കെട്ടി, അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത്. അവിടെ പയ്യൻ പരിക്ക് പറ്റിയ കൈ പോയ അങ്ങേക്ക് അറിയാം, നന്നായിട്ടറിയാം. ആ പയ്യന്റെ വീടടെ മാഹിയില. തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട്, പണമുണ്ട്, സാധന സാമഗ്രികൾ നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഗൂഢാലോചന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആർക്ക് നേരെ എറിയാനാണ്? ഷെറിൻ മരിച്ച സംഭവത്തിൽ, കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് തോന്നുന്നു. പാർട്ടി ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട്. അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു, കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു, അതിന് പണം നൽകുന്നു, രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു, അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു. അത് അവസാനിപ്പിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബോംബ് നിർമ്മാണം തടയണം, യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം, പരിക്ക് പറ്റി മരണപ്പെട്ട വേലായുധന്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം കണ്ണൂർ ജില്ലയിലെ ബോംബുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് വിശദമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ പഴയ ചരിത്രത്തിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ പറയുന്ന ആൾക്കറിയില്ല, പക്ഷേ നേരത്തെ സംസാരിച്ച ആൾക്കറിയാം. അത് പന്തക്കപ്പാറയിൽ ഓർമ്മയില്ലേ? കുളങ്ങരയത്ത് രാഘവൻ. ഇനി ഞാൻ കൂടുതൽ പറയണം. കുളങ്ങരയത്ത് രാഘവൻ എന്ന് പറയുന്നത് അന്നത്തെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടയാളാണ്. സാർ, അതൊരു ബീഡി തൊഴിലാളിയായിരുന്നു. ആ BD ബ്രാഞ്ചിൽ തൊഴിലെടുക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഒരു സംഘം ആളുകൾ ഈ ചെറിയൊരു ബാഗ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ട് വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അത് അറിയാതിരിക്കാൻ വഴിയില്ലായിരുന്നു. അവിടെ നിന്നാണല്ലോ തുടക്കം. അതേവരെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി? അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത്.
എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്, 3 or 4 തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അത് DCC ഓഫീസിലായിരുന്നല്ലോ. ഇതിൽ നിന്നെല്ലാം കണ്ണൂർ ജില്ലയിൽ പഴയ കാലത്തിൽ നിന്ന് വലിയ മാറ്റം പിന്നീട് വന്നല്ലോ. ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം പൊതുവെ നിലനിൽക്കുന്നൊരു ജില്ലയാണ് കണ്ണൂർ. ഇവിടെ സാധാരണ നിലയിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിൻ്റേതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അത്രയും സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കുന്നു. അതിനോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പാനൂരിലുള്ള സംഭവം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർക്കശമായ നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചതും ഒരു ഹതഭാഗ്യനായ വളരെ പ്രായമുള്ള ഒരാളാണ് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് അങ്ങ് പറഞ്ഞ പോലെ മോഹനന് യാതൊരു ബന്ധവുമില്ല. മോഹൻ്റെ പറമ്പിലായി എന്നല്ലാതെ മറ്റേ ആ പറമ്പുകാരനാണെന്നൊന്നും നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ആ പറമ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം, അത്രയേ കാണുള്ളൂ. അവിടെ ആ സംഭവം ഗൗരവമായി അന്വേഷിക്കും. എവിടുന്നാണ് ഇത്തരമൊരു ബോംബ് അവിടെ എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം നടത്തും. പിന്നെ അങ്ങ് പറഞ്ഞ മറ്റേ ഭാഗം ശരിയല്ല. ഈ ഇത്തരം ഒരു പ്രദേശത്ത് സംഭവം ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടുമല്ലോ. ആ ഓടിക്കൂടുന്നത് ഈ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനല്ലല്ലോ. നമ്മുടെ എല്ലാം നാട്ടുപുറങ്ങളിലൊരു സാധാരണ രീതിയല്ലേ ആളുകളെല്ലാം ഓടിക്കൂടുന്നത്. പോലീസും അതേ വേഗതയിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടിയൊന്നും നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ കഴിയുന്നതുമല്ല. കാരണം എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൂട്ടർ വരണമെന്നൊന്നും പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ അന്വേഷണം നടത്തും. എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും. അങ്ങ് പറയുന്ന കൂട്ടത്തിൽ നല്ല പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആതുര സേവന കേന്ദ്രത്തെ, ഒരു ആശുപത്രിയെ ചെറിയ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടായി. അത് അങ്ങേപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവരും ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലല്ലേ. അത് CPM-കാർ മാത്രം ചികിത്സിക്കുന്നൊരു കേന്ദ്രമല്ല. അങ്ങനെയാണ് അങ്ങ് അതിനെ ചിത്രീകരിക്കാൻ നോക്കിയത്. എല്ലാവരും ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും എത്തിപ്പെടുന്ന ഒരു ചികിത്സാലയമാണ്. അതിലൊന്നും മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റുകാർ മാത്രമാണ്. ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ്. നാട്ടുകാരാകെ ഇവിടെയൊക്കെ ചികിത്സിക്കില്ല. അതല്ലേ നമ്മുടെ ഒരു രീതി. എന്തിനാണ് അങ്ങനെ അങ്ങ് ചിത്രീകരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഗൗരവമായി ചികിത്സ നടക്കുന്ന സ്ഥലമാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നൊരു കേന്ദ്രമല്ല അത് എന്നത് ഇതേവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം, ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇത് പാനൂരിൽ നേരത്തെ ഉണ്ടായി, ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം, ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലവിധ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇതിനെല്ലാമുള്ള ശ്രമം നടക്കുക. അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ? അതെങ്ങനെയാണ് അയാൾ പഠിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് വന്നില്ലേ, പുറത്തു വന്നില്ലേ? അതാണ് ഇന്നത്തെ കാലം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും പലതരത്തിലുള്ള പരിശീലനങ്ങൾ, പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ
മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും, ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും, ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 or 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കയ്യും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ. ഇവിടെ ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, ആസാമിൽ നിന്ന് വന്നവർ, പിതാവും മകനും, എത്ര മനുഷ്യരാണ്? എത്ര എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിൻ്റെ മരിച്ചതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ, എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85നും 90 വയസ്സിനിടയിലുണ്ട് ഇപ്പോൾ മരിച്ച ആ വയോധികൻ. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്. കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. 2 പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ കുണ്ടുകുളത്തുനിന്ന് കൊടക്കുളത്തുനിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു. അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ, കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെയെല്ലാം ശരിപ്പെടുത്തുമെന്ന്. അവർ വീണ്ടും വരുമ്പോൾ, വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം? 2 ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPMന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന 2 ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല. ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര് ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ എന്തായാലും RSSകാരെ എറിയാൻ വച്ചാലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങ് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി RSS നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലെ നല്ല കാര്യം, വഴക്കുണ്ടാകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളെറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ എറിയാൻ വേണ്ടിയിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളാണ് കാണുന്നത്. എന്തായാലും പ്രതിപക്ഷം സഭയിൽ നിന്ന് വിട്ടിറങ്ങി എന്നതാണ്, അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് കാരണം. അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, സഭയിൽ നടന്നത് എന്താണ്? മുഖ്യമന്ത്രി
സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നടപടികളടക്കം വിശദീകരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെയും രംഗത്ത് വരുന്നു. എന്താണ് സഭയിൽ സംഭവിച്ചത്? തലശ്ശേരിയിൽ സ്റ്റീൽ ബോംബ് കൂട്ടി വൃദ്ധൻ മരിച്ച സംഭവമാണ് പ്രതിപക്ഷത്ത് നിന്ന് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നത്. ആദ്യം തന്നെ മുഖ്യമന്ത്രി അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, ഹതഭാഗ്യനായ ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സംഭവത്തെ അദ്ദേഹം അനുശോചനം അറിയിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ ആവർത്തിക്കുന്നു. നിരവധി റെയ്ഡുകളും പരിശോധനകളും പോലീസ് നടത്തുന്നു. വാഹന പരിശോധന അടക്കം ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ സഹായത്തോടുള്ള വാഹന പരിശോധന അടക്കം നടത്തിയിട്ടും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഗൌരവത്തോടെ കാണുന്നു. ഒരു തരത്തിലും അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും, മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ നോട്ടീസ് അവതരിച്ച് സംസാരിച്ച സണ്ണി ജോസഫ് പൂർണ്ണമായും CPM-ലേക്ക് ഈ ആരോപണം എത്തിക്കുക. ഇന്നലെ ബോംബുണ്ടാക്കിയത് CPM എന്ന് പറയുന്നതിന് പകരം കണ്ണൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ബോംബ് നിർമ്മാണങ്ങൾ, കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നു. അവിടെ ആ അപകടത്തിൽപ്പെടുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം, സഹായം CPM നേതൃത്വം നൽകുന്നു. മരിച്ചാൽ അവർക്ക് രക്തസാക്ഷി പട്ടം നൽകുന്നു, രക്തസാക്ഷി സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു. അവരെ പൂർണ്ണമായും ചേർത്ത് നിർത്തുന്നത് CPM ആണ്. അതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. തെളിവുകൾ നശിപ്പിച്ച് പോലീസിനെ നിർവീര്യമാക്കുകയാണ് അവിടെ. ഈ സംഭവങ്ങളിൽ എവിടെയാണ് ബോംബ് നിർമ്മിച്ചത്, ആരാണ് നിർമ്മിച്ചത്, കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സണ്ണി ജോസഫ് ചോദിച്ചു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റപ്പോഴാണ് കണ്ണൂരിലെ ബോംബ് നിർമ്മാണ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം തിരിഞ്ഞത്. ആരാണ് ബോംബ് പരിചയപ്പെടുത്തിയത്, കണ്ണൂരിൽ രാഷ്ട്രീയത്തിന് ബോംബ് പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ബോംബ് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ, അക്രമം വെടിയാൻ CPM തയ്യാറാകണം, നിങ്ങൾ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവും അതിത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്ക്രിയം, സർക്കാർ അതിന്റെ കൂട്ടുപിടിക്കുന്ന ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതാണ് സഭയിൽ കണ്ടത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ കടുത്ത നീക്കങ്ങളാണ്. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി എന്നതാണ് തലശ്ശേരി ബോംബ് വിവാദവുമായി ബന്ധപ്പെട്ട്